മോഹൻ വർഗീസ്, അതിലുള്ളൊരു ചോദ്യം, ഇറാൻ നേരത്തെയും ആവശ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വച്ചിരുന്ന നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഒരു 10 നിർദ്ദേശമായിട്ട് മുന്നോട്ട് വരുന്നത്. അതിനപ്പുറത്തേക്ക് ഇന്നലെ ഒരു ട്രംപിന്റെ പ്രസ്താവന നമ്മൾ കണ്ടതാണ്. ഇറാനുമേൽ വലിയ തരത്തിലുള്ള ആക്രമണം നടത്തുമെന്നും ആ നാഗരികതയെ തുടച്ചു നീക്കുമെന്നുള്ള പ്രസ്താവനകളൊക്കെ കണ്ടതാണ്. അതിനുശേഷം വളരെ പെട്ടെന്ന് ഒരുപക്ഷെ ഇറാൻ അത്രയൊന്നും അവരുടെ ആവശ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാത്ത സാഹചര്യത്തിലും ഒരു വെടിനിർത്തലിലേക്ക് അല്ലെങ്കിൽ ഒരു കരാറിലേക്കൊക്കെ എത്തിച്ചേരാനുള്ള ഒരു നീക്കം എങ്ങനെ ഉണ്ടായെന്നാണ് താങ്കൾ കരുതുന്നത്? നാടകീയത ആണ് ട്രംപിന്റെ മുഖമുദ്ര. ട്രംപ് ആഞ്ഞടിക്കും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ആ അവസാന നിമിഷം കഴിഞ്ഞ 2 പ്രാവശ്യം അങ്ങനെയാണല്ലോ. ഇറാൻ സർവനാശമായിരിക്കും, ഈ രാത്രി കഴിഞ്ഞ ഇരുട്ടി വെളുക്കുമ്പോൾ ഇറാനിൽ സർവനാശം എന്ന് ട്രംപ് പറയുന്നത് ആദ്യമായിട്ടല്ല. 2 ആഴ്ച മുമ്പ് പറഞ്ഞു, ഒരാഴ്ച മുമ്പ് പറഞ്ഞു, ഇപ്പോൾ അത് വീണ്ടും പറയുന്നു. അതുകൊണ്ട് ട്രംപിന്റെ അന്ത്യശാസനങ്ങൾക്കൊക്കെ ആ ഒരു വില മാത്രമേ ഒരു പക്ഷേ ഇറാൻ കൽപ്പിച്ച് കാണാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് ഇപ്പോൾ 48 മണിക്കൂർ വെടിനിർത്തൽ അത് അവസാനിക്കുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ ചെയ്തതുപോലെ തന്നെ വീണ്ടും പറയുന്നു, ഇതാ തങ്ങൾ തയ്യാറാണ്, ചർച്ചയ്ക്ക് തയ്യാറാണ്, ഇറാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഗൗരവമായി പരിഗണിക്കുന്നു. പക്ഷെ നിർദ്ദേശങ്ങളിൽ കഴിഞ്ഞ ആഴ്ച 5 ഇന നിർദ്ദേശങ്ങൾ ഇറാൻ മുന്നോട്ട് വെച്ചു. പക്ഷെ ആ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ അമേരിക്ക തയ്യാറായിരുന്നില്ല. ഇപ്പോഴെങ്ങനെയാണ് 10 നിർദ്ദേശങ്ങൾ ഗൗരവമായിട്ട് പരിഗണിക്കണം? അത് സ്വീകരിച്ചു എന്നർത്ഥമല്ല, അത് പരിഗണിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു പുനർവിചിന്തനം ഉണ്ട്. നേരത്തെ പോയിന്റ് ഓഫ് നോ റിട്ടേൺ, അതായത് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് നല്ലതല്ല, ട്രംപിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് നന്നല്ല, അമേരിക്കൻ വിപണികൾക്ക് നന്നല്ല, ഗൾഫ് വ്യവസ്ഥകൾ, ഗൾഫ് സമ്പദ് വ്യവസ്ഥകൾക്ക്, GCC രാജ്യങ്ങളുടെ സമ്പദ് വ്യവസ്ഥകൾക്ക് അത് താങ്ങാനാവില്ല. ഇറാൻ സർവൈവലിന് വേണ്ടി പോരാടുകയാണ്. എത്ര കാലം വേണമെങ്കിലും ആ ഒരു മോഡിൽ ഇറാൻ പോരാടി നിൽക്കാൻ കഴിയും. ടെറിട്ടോറിയൽ അഡ്വാൻറ്റേജ് ഇറാനുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, ആ സമയത്ത് ഉയരുന്ന ഒരു ചോദ്യമാണ്, അമേരിക്ക ഇത്തരം ഒരു ആക്രമണത്തിന് ഫെബ്രുവരി 28 ഇറങ്ങിത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ചില ലക്ഷ്യങ്ങൾ അമേരിക്കയുടെ മനസ്സിലുണ്ടായിരിക്കും. ഭരണമാറ്റം ഒരു ലക്ഷ്യമായിരുന്നില്ല എന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും അത് തുടങ്ങിയത് ഒരു റെജീം ചേഞ്ച് തന്നെയായിരുന്നു. പക്ഷെ അതിനുശേഷം ആയത്തുള്ള അലി ഖാംനിയെ വധിച്ചതിന് ശേഷം മുജ്തബ ഖാംനി അവിടെ വരികയും അതേ രീതിയിലുള്ള ഒരു ഭരണവും തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അമേരിക്ക മുന്നോട്ട് വച്ച യുദ്ധലക്ഷ്യങ്ങളിൽ എത്രത്തോളം നേടാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതുവരെ? ഇതിൽ ഈ അമേരിക്ക മുന്നോട്ട് വെച്ച പ്രധാന യുദ്ധ ലക്ഷ്യം ഇറാന്റെ സമ്പൂർണമായ ആണവ വിമുക്തിയാണ്. ആണവ ആയുധ നിർമ്മാണ രംഗത്ത് നിന്നും ഇറാൻ പൂർണ്ണമായി മുന്നോട്ട് പോകണം. ആണവ സമ്പുഷ്ടീകരണം തന്നെ പൂർണ്ണമായി നിർത്തിവെക്കണം. ഊർജ ആവശ്യങ്ങൾക്കുള്ള ആണവ സമ്പുഷ്ടീകരണത്തെ കുറിച്ചായിരുന്നു മുൻപ് കരാർ. 3.8% സമ്പുഷ്ടീകരണം സാധ്യമാകുന്ന രീതിയിൽ ഒബാമ ഭരണകാലത്ത് എത്തിച്ചേർന്ന കരാർ പോലും ഏകപക്ഷീയമായി വേണ്ട എന്ന് വെച്ചയാളാണ് ഡൊണാൾഡ് ട്രംപ്. അതുകൊണ്ട് ആണവ വിഷയത്തിൽ കൃത്യമായ ഉറപ്പ് ഇറാനിൽ നിന്നും ലഭിക്കാതെ ഒരുപക്ഷെ ചർച്ചകൾ പൂർത്തിയാവില്ല. അത് കൊടുക്കാൻ ഇറാൻ ഓൾറെഡി തയ്യാറായിരുന്നു. ഇപ്പൊ നടന്നുകൊണ്ടിരുന്ന ചർച്ചകളിൽ, ജനീവയിൽ വെച്ച് നടന്നുകൊണ്ടിരുന്ന ചർച്ചകളിൽ അതിനുശേഷം അടുത്ത ചർച്ച ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ അധ്യക്ഷൻ ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചർച്ചയാണ് വിയന്നയിൽ വെച്ച് പ്ലാൻ ചെയ്തിരുന്നത്. അതിനർത്ഥം അത് മാത്രമല്ല, ഡ്രാഫ്റ്റ് അബ്ബാസ് അറാഖ്ചി, ഇറാൻ വിദേശകാര്യമന്ത്രി, മുന്നോട്ട് വെച്ച ഡ്രാഫ്റ്റ് പ്രപ്പോസലിൽ ഇറാൻ ആണവ രംഗത്ത് നിന്നും, അതായത് ആണവ ആയുധം ഒരിക്കലും ഉണ്ടാക്കില്ല, അതിന്റെ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിന്മാറുന്നു എന്ന കൃത്യമായ ഒരു ഉറപ്പ് കൊടുത്തിരുന്നതാണ്. അത് കേൾക്കാതെ, മുഖവിലേക്ക് എടുക്കാതെ ആക്രമണം നടത്തിയപ്പോൾ ആ ഒരു വിഷയത്തിൽ ചർച്ച കൊണ്ട് പരിഹാരം സാധ്യമായിരുന്നു. അപ്പോൾ പിന്നെ എന്തിനായിരുന്നു യുദ്ധം എന്ന ഒരു ചോദ്യം. 2 ഇറാന്റെ ഇസ്രായേലുകളുടെ മിസൈലുകളുടെ പ്രഹരശേഷിയെ കുറിച്ച് അത് ലോകത്തിന് ഇപ്പോൾ ബോധ്യമായിട്ടുണ്ടാവണം. ഇസ്രായേലിനും അറബ് രാജ്യങ്ങളിലും എല്ലാം തന്നെ വലിയ നാശനഷ്ടങ്ങൾ വഹിച്ചു. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഡിസ്പ്ലേയിങ് ദ മിലിറ്ററി മൈറ്റ്, അതായത് മിസൈൽ മൈറ്റ് ഇറാനും മറ്റ് ഏറിയൽ സുപ്പീരിയോറിറ്റി ഉൾപ്പെടെയുള്ള ആയുധങ്ങളുടെ മൈറ്റ് അമേരിക്കയ്ക്കും ഇസ്രായേലും കാട്ടിക്കൊടുക്കാനായി എന്നതല്ലാതെ 2 ഭാഗത്തും അവിടെ കാര്യമായ നേട്ടങ്ങൾ ഉണ്ടായതായി കാണുന്നില്ല. ഒരു റെജീം ചേഞ്ചിലൂടെ അല്ലാതെ ആത്യന്തികമായി എങ്ങനെയാണ് ഇറാന്റെ മിസൈൽ പദ്ധതി, അത് ഡിഫൻസിന് വേണ്ടിയാണ്. ഒരു രാജ്യം ആയുധങ്ങൾ ഉള്ളത് ആക്രമിക്കാൻ മാത്രമല്ല പ്രതിരോധിക്കാൻ കൂടിയാണ്. അപ്പോൾ ഇറാന്റെ ഒരു ഡിഫൻസ് പാരഡൈമിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് മിസൈൽ, ഏറിയൽ ഡിഫൻസ് സിസ്റ്റം, ഇതെല്ലാം തന്നെ. ഇത് പൂർണ്ണമായി ഒഴിവാക്കാൻ ഒരുപക്ഷെ ആവില്ലായിരിക്കാം. അതേസമയം ഇറാനെ സംബന്ധിച്ചിടത്തോളം ചില ഉറപ്പുകൾ അമേരിക്കയ്ക്കും ഇസ്രായേലും കൊടുക്കേണ്ടതുണ്ട്. ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്നിങ്ങനെയുള്ള ആ ഒരു ചാന്റിങ് നിരന്തരം ഉണ്ടാകുന്നത് അതൊരു റെറ്ററിക്കിന്റെ രൂപത്തിലാണ്, ഒരുപക്ഷെ ആത്മവീര്യം ഉയർത്തി നിർത്താൻ ചെയ്യുന്നതാണ്. പക്ഷെ അങ്ങനെയുള്ള ഒരു പ്രകടനപരതകളിൽ നിന്ന് ഒരുപക്ഷെ പിന്നോട്ട് പോകേണ്ടി വന്നേക്കാം. അതുകൊണ്ട് വളരെ വളരെ നിരാശാജനകം. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം റെജീം അവിടെ നിൽക്കുന്നു. ആയത്തുള്ള മുജ്തഫ ഖുമൈനിയുടെ റെജീം ഏത് റെജീമിനെയാണ് അവസാനിപ്പിക്കും എന്ന് പറഞ്ഞത്
ആ റെജീം ഇപ്പോഴും നിൽക്കുന്നു. അയത്തുള്ള അലി ഖൊമേനി തിരോധാനം ചെയ്തു കഴിഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന്റെ മകൻ ഇപ്പോഴും അധികാര കസേരയിലുണ്ട്. ആ സംവിധാനം IRGC ഉൾപ്പെടെ സംവിധാനമുണ്ട്. ഈ സംവിധാനത്തെ തുടച്ചു നീക്കാതെ പഴയ ഇറാൻ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ആ ഇറാനുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ അമേരിക്കയുടെ ഉദ്ദേശങ്ങൾ ആ രൂപത്തിൽ മുന്നോട്ട് പോയിട്ടില്ല എന്ന് തന്നെ കാണാം. തീർച്ചയായും വളരെയധികം നന്ദി ഡോക്ടർ മോഹൻ വർഗീസ് താങ്കളുടെ അഭിപ്രായത്തിന്.